ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളുവാവ വ്ളോഗ്സ്. അപ്പം ഇന്ന് ഞാൻ ഒരു അമ്പലത്തിൽ പോവാണ് കേട്ടോ. കൊണ്ടാഴിയിലെ തളിയലമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. കുറേ ദിവസമായി, എല്ലാ ദിവസവും ഞാൻ അതിലേ പോവാം. പക്ഷെ അവിടെ കയറി തൊഴാൻ ഒരുപാട് സമയം വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടുന്ന് നേരം വൈകിട്ടല്ലേ ഇറങ്ങാറ്. അതുകൊണ്ട് എനിക്ക് കയറി തൊഴാനൊരു സമയം കിട്ടാറില്ല. ഇന്ന് ഞാൻ മാഡത്തിനെ വിളിച്ച് പറഞ്ഞ് കുറച്ച് വൈകുമെന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. എല്ലാ ദിവസവും അതിൽ കൂടെ പോകുമ്പോൾ എനിക്ക് കയറി തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ സാധിക്കാറില്ല. ഇപ്പോൾ കുറച്ച് ഒരു 2-3 മാസം മുന്നേ ഞാൻ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഇന്നലെ വൈകുന്നേരത്ത് ഞാൻ വരുമ്പോഴേ തീരുമാനിച്ചതാണ് നാളെ എനിക്ക് മഴയുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ കയറി തൊഴണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നല്ല അടിപൊളി അമ്പലമാണ് കേട്ടോ. ശിവൻ്റെ അമ്പലമാണ്. കുറേ ഉപപ്രതിഷ്ഠകളുണ്ട് കേട്ടോ അവിടെ. പക്ഷേ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഞാൻ ആദ്യമായിട്ട് പോയത് 2-3 മാസങ്ങൾക്ക് മുന്നെയാണ്. പറയുമ്പോൾ ഇത്രയും അടുത്താണ്, പക്ഷേ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അന്ന് ഇതുപോലെ പോയിട്ട് ജലധാരയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് വന്നപ്പോൾ എനിക്ക് അന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ജലധാര കഴിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സാധിച്ചതിന് ശേഷമാണ് ഞാൻ അവിടെ പോയി തൊഴുതത്. കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ പോകാമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തോ എനിക്ക് അമ്പലം ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ റെഡിയാവൽ കഴിഞ്ഞു. ചന്ദനം തൊട്ടിട്ടില്ല കേട്ടോ. ചന്ദനം തൊടാതെ എനിക്ക് എന്തോ പോലെ. പക്ഷേ അമ്പലത്തിൽ പോകുമ്പോൾ ചന്ദനം തൊടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചന്ദനം തൊട്ടിട്ടില്ല. അപ്പോൾ പോവാം. ഞാൻ ഇറങ്ങാൻ കേട്ടോ. അമ്പലത്തിലെത്തി കേട്ടോ. ഇതാണ് കേട്ടോ തളിയലമ്പലം. ഇവിടെ തൊഴാൻ വേണ്ടി ഒരുപാടുണ്ട്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വട്ടം വന്നിട്ടുള്ളതുകൊണ്ട് എവിടെ തൊഴുക എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു സ്വാമി ഇരിക്കുന്നുണ്ട്, അവരോട് ചോദിച്ചു എങ്ങനെയാണ് തൊഴാന്ന്. ഉണ്ട് ഇനി താഴെ ഭദ്രകാളിയുടെ അമ്പലം ഉണ്ട് കേട്ടോ. അവിടെ തൊഴുതിട്ടാണ് തോന്നുന്നു ഇവിടെ വരിക. അവിടെ തൊഴുതിട്ടാണ് അവിടെ തൊഴുകാന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ബാക്കിൽ 2 ചേച്ചിമാർ വരുന്നുണ്ട്, അവരോട് ചോദിക്കാം നമുക്ക്. അവരോട് ചോദിച്ചിട്ട് കയറി തൊഴാം. അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടാവില്ല. ഇവിടെ തൊഴുതിട്ടാണ് ഇത്ര അവിടെ തൊഴുക. ഇവിടെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. നോക്കി നടന്നിട്ടില്ലെങ്കിൽ കാലക്കൊടി. നല്ല രസമില്ല ഇവിടെ കാണാൻ. ഇതാണ് കേട്ടോ ഭദ്രകാളി ക്ഷേത്രം. ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഭദ്രകാളിയുടെ അവിടെ തൊഴുതിറങ്ങി കേട്ടോ. പിള്ളേർക്ക് വേണ്ടിയിട്ട് സാരസ്വത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. അത് നല്ല രസമാണ് കേട്ടോ. സ്വാമി കുറേ നാമങ്ങളൊക്കെ ചൊല്ലി പറയണം കേൾക്കാൻ വേണ്ടി. അപ്പോൾ മനസ്സിനൊരാശ്വാസം കിട്ടിയിട്ടോ. പിന്നെ നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അച്ഛന് വേണ്ടി വഴിപാട് കഴിക്കണം. അപ്പോൾ എന്തായാലും ഇന്ന് പോയി കഴിഞ്ഞാൽ അതൊക്കെ നടക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ അച്ഛൻ്റെ പേരിലും അമ്മയുടെ പേരിലും എല്ലാവരുടെ പേരിലും പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു, ജലധാര കഴിച്ചു. മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് എന്താ അറിയില്ല, ഭയങ്കരമായിട്ട് ടെൻഷൻ. കോളേജിലെ കാര്യം ഭയങ്കര ടെൻഷൻ. എല്ലാം മൊത്തത്തിൽ രാത്രി കിടന്ന ഉറക്കമില്ല, ഒന്നുമില്ല കേട്ടോ. കുറേ ദിവസമായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് അതങ്ങനെ മുടങ്ങി പോവുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് എന്ത് വന്നാലും ഞാൻ പോകുന്നുള്ളത് ഇന്നലെ വൈകുന്നേരത്തെ ഞാൻ പ്രതിജ്ഞ ചെയ്തതാണ് കേട്ടോ. ഇത്ര നേരം വൈകുന്നു ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ടേ പോകുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്തോ ദൈവസഹായം കൊണ്ട് മഴയൊന്നും ഇല്ലാണ്ട് പോയി നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അപ്പോൾ നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അച്ഛന് 73ാമത്തെ വയസ്സ് തികയാണ് കേട്ടോ. ഇനി ഒരുപാട് കാലം ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. എല്ലാവരും എൻ്റെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ പോകുന്നുണ്ട് നാളെ
അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ബർത്ത്ഡേ വ്ളോഗ് വേറെ വരും കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പിന്നെ കോളേജിലെത്തി കേട്ടോ. കോളേജിലെത്താറായി. അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് വന്ന് കോളേജിലെത്തി. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.